കൊറിയൻ ഇൻഡസ്ട്രി പൊതുവെ എല്ലാ സിനിമാ പ്രേമികൾക്കും വളരെ താല്പര്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ നിന്ന് വന്ന ഒരു പുതിയ ത്രില്ലർ മൂവിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം അവിടുത്തെ റിച്ച്നെസ് ഉള്ള മേക്കിങ്ങും വിഷ്വൽസും സിനിമാറ്റോഗ്രഫിയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ട്വിസ്റ്റുകളുള്ള സിനിമകളും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും സ്റ്റോറിയൊക്കെ ഉള്ള സിനിമകളുമാണ്. സോ ഈ ഒരു മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വോൾ ടു വോൾ എന്നാണ് ഈ ഒരു മൂവിയുടെ പേര്. സോ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൻ്റെ സ്റ്റോറി തന്നെയാണ്. സോ ആ ഒരു സ്റ്റോറിയിൽ വരുന്ന പൊളിറ്റിക്സും സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ വിഷ്വൽസ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ട് വന്ന ഒരു മൂവിയാണ് വോൾ ടു വോൾ. പോസിറ്റീവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സംഭവങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു മൂവിയുടെ ടെൻഷൻ ബിൽഡിങ്ങിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് ആണ്. കാരണം പല സീക്വൻസസിലും ആ ഒരു എൻഗേജിങ് ആയിട്ടുള്ള നറേഷൻ വരേണ്ട ആ ഒരു മേക്കിംഗ് വരേണ്ട സ്ഥലത്ത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ പ്രോട്ടഗോണിസ്റ്റിൻ്റെയും ആ ഒരു ആൻറ്റഗോണിസ്റ്റിൻ്റെ ആണെങ്കിലും എല്ലാവരും തന്നെ പെർഫോമൻസസ് എടുത്ത് പറയേണ്ട ഒന്നാണ്. നെഗറ്റീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമയുടെ ആ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മേക്കിംഗ് ആണ് ഒരു മൂവി ഫോളോ ചെയ്യുന്നത്. സോ അത് എത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ടാണ് ഓഡിയൻസിന് കൺവേ ആവുന്നത്, അവിടെയാണ് ഈ ഒരു മൂവി വിജയിക്കുന്നത്. സോ ക്ലൈമാക്സിൽ വരുന്ന കൺഫ്യൂസിങ് ആയിട്ടുള്ള എൻഡിങ് ചിലയിടങ്ങളിൽ ആ ഒരു സംഭവം വർക്കൗട്ട് ആവണമെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിൽ ആ ഒരു മൂവി ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ വർക്കൗട്ട് ആവും. സോ ആ ഒരു അനാലിസിസ് ഡയറക്ടർ നമ്മൾക്ക് തന്നെ വിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ക്ലൈമാക്സ് അവസാനിക്കുന്നത്. സോ അങ്ങനെയുള്ള സിനിമകൾ, വെറൈറ്റി സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് മാത്രം കണ്ടു നോക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം.